ഹായ് ഗൈസ്, നമ്മൾ എസ് സി ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതർ ഫാക്ട്സ് ഓഫ് എസ് സി ഒസ് ആണ്. നമ്മൾ ഇന്നലെ വരെ പഠിച്ചെന്നിട്ടാണ് മെറ്റാ ടാക്സ് പഠിച്ചു, അതുപോലെ ഓപ്പൺ ഗ്രാഫ് പഠിച്ചു, ട്വിറ്റർ പഠിച്ചു, ജിയോ ലൊക്കേഷൻ പഠിച്ചു, ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വെരിഫിക്കേഷൻ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, ഗൂഗിൾ ടാക്സ്, ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഈ ടെക്സ്റ്റുകളൊക്കെ ഈ ഗൂഗിൾ ടാക്സിൻ്റെയും ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ടെക്സ്റ്റുകളൊക്കെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഒരു ഇതെല്ലാത്തിനുള്ളിൽ തന്നെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഈ ടാഗ് മാത്രം ഒന്ന് റീനെയിം ചെയ്താൽ മതി. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം, GTM എന്ന് പറയുന്ന ഭാഗം മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജെയ്സൺ LD എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിച്ചു. ബ്രെഡ് കംസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ മെറ്റാ ടാക്സിലുള്ള ഒരുവിധം എല്ലാം പഠിച്ചു. ഇതെല്ലാം സ്റ്റൈലിംഗ് ആണ്. അപ്പം ഇനി പേജിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ ബോഡി. ഒരു വെബ്സൈറ്റിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹെഡ്, ബോഡി, പിന്നെ ഫൂട്ടർ. സോ ഹെഡർ, ബോഡി, ഫൂട്ടർ. അപ്പം അതിനെ കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹെഡും ഒരു ബോഡിയും അത് മാത്രമേ ഉള്ളൂ. ഒരു തലയും ഒരു വാലും അല്ലെങ്കിൽ ഒരു ശരീരം. ഈ ശരീരത്തിലാണ് ഹെഡറും ഫൂട്ടറും മെയിനും എല്ലാം വരുന്നത്. അപ്പം ഹെഡ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് സൈറ്റിന്റെ ഉള്ളിലും പുറത്തും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇനി ഒരു സംഭവമാണ്. ഇനി അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ഹെഡറിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഉള്ളിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു സൈറ്റ് ആകുമ്പോൾ അതിനൊരു ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു സൈറ്റ് ആണെങ്കിൽ നമ്മുടെ വിസ്പേജ് റിസർച്ചിന്റെ സൈറ്റ് തന്നെ എടുത്ത് നോക്കാം. vispage.research.com എന്നുള്ള സൈറ്റാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റിൽ ഈ ഒരു വീഡിയോ സെക്ഷൻ കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നതും ഇത് ഡിസ്ക്രിപ്ഷനും ഇത് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു 3 ബട്ടൺസുമാണ്. സോ ഈ സൈറ്റിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നതാണ് ഈ ടെക്സ്റ്റിൽ കാണുന്ന ബോഡിയിൽ കാണുന്ന ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടന്റിനെ ഇനി എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നാണ് അടുത്ത ചോദ്യം. അപ്പം വിസ്പാജ് മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ കേരള എന്ന് പറയുന്നുണ്ടല്ലോ, അത് വെറുതെ അവിടെ വെച്ചിട്ടുള്ള ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്ന് പറയുന്നതും ഒക്കെ സെർച്ചോടെയും കൂടിയിട്ടുള്ള കീവേഡ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ആ കീവേഡുകളാണ് നമ്മളെവിടെ ഈ ഹീറോ സെക്ഷൻ കഴിഞ്ഞിട്ട് 408ാമത്തെ ലൈനിൽ 8 അടിയിലോട്ടാണ് ഇതിന്റെ ബോഡീനെ കണക്കാക്കുന്നത്. അതിന്റെ മേലത്തെ ബോഡീനെയാണ് സാധാരണ പറയാച്ച അവിടെയാണ് ഇത് വെക്കേണ്ടത്. പക്ഷെ നമ്മുടെ സൈറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആസ് യൂഷ്വൽ SEO ഒപ്റ്റിമൈസർ ആണല്ലോ വേണ്ടത്. സോ നമ്മൾ കുറച്ച് ബ്രാൻഡിങ് കൂടി നോക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ വീഡിയോ വെച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഈ H1 എന്ന് പറയുന്ന ഒരു ടാഗ്, ഫസ്റ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡ്ലൈൻസ് ടാഗ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ H1 ടാഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. H1 മുന്നേ H2 H3 H4 ഉപയോഗിക്കാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ P ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഹൈറാർക്കി ഉണ്ട്. H1 തൊട്ടിട്ട് H5 വരെ അല്ലെങ്കിൽ H6 വരെ, P തൊട്ട് P2 വരെ അല്ലെങ്കിൽ P6 വരെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, P ടാഗിന് വലിയ റിലവൻസ് ഒന്നുമില്ല. വെറും P ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്പാം ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കൊടുക്കാം. Pക്ക് പല പല വേരിയൻസും ഉണ്ട്. ഇത് HTML സൈറ്റിലാണ്. ഇതൊന്നും നിങ്ങൾ മറ്റേ വേർഡ് സൈറ്റിൽ ഫോളോ അപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അവിടെയാണെങ്കിലും H1 പകരം ഹെഡിങ് എന്നായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഹെഡിങ് 1 എന്ന് പറയുന്നതാണ് H1. അതും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. സോ ഹെഡിങ് എന്ന് പറയുന്ന സാധനം H1 ടാഗ് എന്ന് പറയുന്നതാണ് ഇത്. സോ ഈ H1 ടാഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ P ടാഗ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ H2 ടാഗ് വന്നു ഇവിടെ, പിന്നെ H3 ടാഗ് വന്നു. H3 ടാഗ് കാണാനല്ലോ, ഇത് H3 ടാഗ് വന്നു. അങ്ങനെ നമുക്ക് ഓരോരോ ടാഗ്സുകളായിട്ട് ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വരുമ്പോഴാണ് ആ സൈറ്റിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിൽ H1 ടാഗ് ഒരെണ്ണേ ഉണ്ടാവും. മൊത്തം വെബ്സൈറ്റിൽ ഒരു പേജിൽ H1 ടാഗ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ H1 ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫയലോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു കീവേഡ് ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ലൈൻ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കണം.
ഓക്കെ, ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് വേണം പി ടാഗ് ഉണ്ടാവാൻ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ H1 ടാഗിലും P1 ടാഗിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ കേരള എന്നുള്ളതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ടാഗ്. ഇതിൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മളിതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്നും കൊടുത്തിട്ടുണ്ട്. നോക്കിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് ഇൻ തൃശ്ശൂർ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു, തൃശ്ശൂർ വന്നു. അത് വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ തൃശ്ശൂർ ഉണ്ടോ. പിന്നെ ഇവിടെ കീവേഡ് വന്നു. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു കീവേഡാണ്, തൃശ്ശൂർ എന്ന് പറയുന്നൊരു കീവേഡാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തൃശ്ശൂർ ഉണ്ടല്ലോ. ഇനി കോഴ്സ് എന്ന് പറയുന്ന കീവേഡാണ് അടുത്തേക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള, ഇവിടെ അത് ഉപയോഗിച്ചിട്ടുണ്ട്, നേരത്തെ തൃശ്ശൂർ ഉപയോഗിച്ചപ്പോൾ. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൈമറി കീവേഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ പ്രൈമറി കീവേഡ്. അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് വൺ ഓഫ് ദ SEO ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ അടുത്ത കേസ് എന്ന് പറയുന്നതാണ് ഓൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമേജ് ലോഡ് ആവാതെ, ഇപ്പം ഈ ബിസ് പേജിൻ്റെ ഈ ലോഗോ ഇത് നെറ്റ് സ്ലോ ആണെങ്കിൽ എല്ലാവർക്കും ഇത് ലോഡ് ആണെങ്കിൽ അത് നിർബന്ധമില്ല. ഈവൻ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അങ്ങനെ കുറേ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. ഈവൻ ഈ ഒരു ഫോട്ടോ ലോഡ് ആവാത്ത സമയത്താണെങ്കിൽ ഗൂഗിളിന് അത് പറഞ്ഞു കൊടുക്കണം ഈ ഫോട്ടോ എന്തായിരുന്നു എന്ന്. ഈവൻ ചിലപ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഈ ഫോട്ടോ എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിൽ ഇൻസൈഡ് ബ്ലൂ സർക്കിൾ എ വൈറ്റ് ബി വിത്ത് എ റിട്ടൺ ബി ഈസ് റിട്ടൺ ആസ് എ ലോഗോ ഫോർ ബിസ് പേജ്. ഞാൻ വായിക്കുന്നത് 446 ലൈനാണ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ലോഗോൻ്റെ അഡ്രസ്സ് എടുത്ത് കളയാണെന്ന് വിചാരിക്കുക. ലോഗോൻ്റെ അഡ്രസ്സ് എടുത്ത് കളഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് കേട്ടോ ആ ഫോട്ടോ പോയി. അതിന് പകരം എ ബ്ലൂ ഇൻസൈഡ് ബ്ലൂ സർക്കിൾ വിത്ത് എ ബി റിട്ടൺ ആസ് എ ലോഗോ ഫോർ ബിസിനസ് കണ്ടോ. ഈ സാധനം ഇങ്ങനെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഓൾട്ടർ ടെസ്റ്റ് ആണ്. അങ്ങനെ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു പ്രോട്ടോകോളാണ്. അപ്പോൾ എത്ര ഇമേജസ് എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെല്ലാത്തിനും അത് എന്താണ് ഇമേജ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. നമുക്ക് അതിനുള്ളിൽ വേണമെങ്കിൽ നമ്മുടെ SEO ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് കീവേഡ്സും സ്റ്റഫ് ചെയ്യാം, കുഴപ്പമില്ല. റിട്ടൺ ആസ് എ ലോഗോ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ കേരള നെയിംഡ് ഡിസ്പ്ലേസ് റിസർച്ച്, ഇങ്ങനെയും കൊടുക്കും. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ബ്ലൂ സർക്കിൾ എ വൈറ്റ് ബി റിട്ടൺ ആസ് എ ലോഗോ ഫോർ ഡിസ്പ്ലേസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ, അതാണ് നമ്മുടെ പ്രൈമറി കീവേഡ് എന്ന് പറയുന്നത്. നെയിം ഡിസ്പ്ലേസ് റിസർച്ച് എന്ന് കൊടുത്തു. ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെ പേര്. സോ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ എത്ര ഇമേജുകളുണ്ടോ ആ ഇമേജുകൾക്ക് എല്ലാം നമ്മൾ ഓൾട്ടർ ടെസ്റ്റ് മസ്റ്റായിട്ട് എഴുതേണ്ടതാണ്. ഒരു എക്സാമ്പിൾ നോക്കി നോക്കിയേ, ഇനിയൊരു അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കിയേ. ഇതിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് തൊട്ടടിയിലെ 1 month ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൽ കണ്ടോ, ഇതാണ് ആ ഇമേജ്. 497 ലൈൻ. 497 ലൈനിലും കണ്ടോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ് സ്റ്റഡിങ് ഇൻസൈഡ് ബിസ് പേജ് ക്ലാസ് റൂം. ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടാണ് നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ChatGPT എടുത്തോ ജിമിനി എടുത്തോ പഠിച്ചു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇത് SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് പോലത്തെ ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തരും. പക്ഷെ അതിന് റിസൾട്ട് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ നമ്മൾ ഇടുന്ന ഇമേജസ് എല്ലാം ഒറിജിനൽ ഇമേജസ് മാക്സിമം ഇടാൻ ശ്രമിക്കുക. നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഇത് പഠിക്കുന്ന ഫോട്ടോസോ അങ്ങനത്തെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇടാൻ നോക്കുകയാണെങ്കിൽ, ഡിപ്പെൻസ് അപ്പോൺ ബിസിനസ് ആണ് കേട്ടോ, അപ്പോൾ ഇടാൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത SEO എന്ന് പറയുന്ന ഒരു SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഈ പേജിനെ ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡും കൂടിയാണുള്ളത്. മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഓൺ പേജ് SEO ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. താങ്ക് യു ഗൈസ്.